ശബരിമല ദ്വാരപാലക പീഠം വിവാദത്തിൽ വഴിത്തിരിവ്. സ്വർണ്ണപീഠം കാണാനില്ലെന്ന് പറഞ്ഞ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്കെതിരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രംഗത്തെത്തി. പീഠം ഒളിപ്പിച്ചതിന് പിന്നിൽ അയ്യപ്പ സംഗമത്തിന്റെ പകിട്ട് കളയാനുള്ള ഗൂഢാലോചനയാണെന്ന് PS പ്രശാന്ത് ആരോപിച്ചു. എന്നാൽ പീഠം തന്റെ സഹായിയുടെ കൈവശമുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പൊറ്റി. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ പീഠം കാണാനില്ലെന്ന് പരാതി നൽകിയ സ്പോൺസറുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയതോടെ വിവാദം മറ്റൊരു തലത്തിലേക്ക് കടന്നു. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പകിട്ട് കളയുന്നതിന് വേണ്ടി ഇയാൾ കരുതിക്കൂട്ടി ചില ആളുകളുമായി നടത്തിയ ഗൂഢാലോചനയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പീഠം കയ്യിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി പരാതി നൽകുകയായിരുന്നുവെന്ന് പറഞ്ഞ് രാഷ്ട്രീയ ഗൂഢാലോചനാ സംശയം മന്ത്രിയും ഉയർത്തി. സ്വാഭാവികമായിട്ട് ഉണ്ണികൃഷ്ണൻ പറയുന്ന വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതെ വരുന്നത് ഈ 4.5 വർഷമായി കാര്യം എടുത്ത് ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന് പറഞ്ഞ് നമ്മളെല്ലാം ബഹുജനങ്ങളെ ആകെ വിഡ്ഢികളാക്കുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇവരുടെ ഭാഗത്ത് വന്നുകൊണ്ടിരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് പീഠം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതെന്ന് സഹോദരി തുറന്നു പറഞ്ഞത് ഗൂഢാലോചന ആരോപണത്തിന് ബലം നൽകി. ഭാരക്കുറവുള്ള ഒരു സാധനം, അപ്പൊ അതുകൊണ്ട് അത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചു. ഷീൽഡാണ് എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വൈകുന്നേരം വിജിലൻസ് വന്നപ്പോൾ ഞാൻ ഉണ്ണിയെ വിളിച്ചപ്പോ അവൻ പറഞ്ഞു ആ സാധനം അവരെ ഞാൻ തന്ന സാധനം അവരെ അങ്ങ് കൊടുത്തേക്കാൻ പറഞ്ഞു. പക്ഷെ ഇത് സീൽ ചെയ്തിരുന്നത് കൊണ്ട് പിന്നെ ഞാൻ ഇതിനെപ്പറ്റി ഒരു അന്വേഷണം വന്നില്ല. എന്നാൽ ഈ മാസം 20-ന് ശേഷമാണ് പോറ്റിയുടെ സഹായി വാസുദേവൻ പീഠം വീട്ടിലെത്തിച്ചതെന്ന് പറഞ്ഞ് ഗൂഢാലോചനാവാദങ്ങളെ പൂർണ്ണമായും അമ്മ സുഭദ്രാദേവി തള്ളി. വാസുദേവൻ ഒരു 10 ദിവസത്തിനകം വാസുദേവൻ എന്ന് പറഞ്ഞ ആൾ ഇവിടെ കൊണ്ട് തന്നതാണ്. അന്ന് മോൻ ഇവിടെ ഉണ്ടായിരുന്നു, അയാൾ കൊണ്ട് തന്നതാണ്, അല്ലാതെ ഇവിടെ ഇല്ലായിരുന്നു. അത് അന്ന് അത് എവിടെ അയാളെ എങ്ങനെ പോയിന്നു അതൊന്നും ഉള്ളത് നമുക്ക് അറിഞ്ഞൂടാ. എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ പരാതിക്കാരനും സ്പോൺസറും കൂടിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി സംശയ നിഴലിലാണ്. തിരുവനന്തപുരത്ത് നിന്ന് റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ.